എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL-ൽ ഇന്ന് നടന്ന ത്രില്ലർ പോരാട്ടത്തിന് ഒടുവിൽ ഹൈദരാബാദിനെതിരെ ചെന്നൈ വീണ്ടും മുട്ടുകുത്തി. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് ആണ് നേടിയത്. ഓപ്പണർമാരായ രചിൻ രവീന്ദ്രയും ഋതുരാജ് ഗെയ്ക്വാദും നിരാശപ്പെടുത്തിയെങ്കിലും ശിവം ദൂബെയുടെ മികച്ച ഇന്നിംഗ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. അവസാന 7 ഓവറുകളിൽ 43 റൺസ് മാത്രമാണ് ഹൈദരാബാദ് വിട്ടുകൊടുത്തത്. രചിൻ രവീന്ദ്ര 9 പന്തിൽ 12 റൺസ് എടുത്തു പുറത്തായപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് 21 പന്തിൽ 26 റൺസ് ആണ് എടുത്തത്. ഇതിനുശേഷം രഹാനെയും ദൂബെയും ചേർന്നപ്പോഴാണ് റണ്ണൊഴുകാൻ തുടങ്ങിയത്. ശിവം ദൂബെ 24 പന്തിൽ നിന്ന് 45 റൺസ് എടുത്തു. 4 സിക്സും 2 ഫോറും അടങ്ങുന്നതായിരുന്നു ദൂബെയുടെ ഇന്നിംഗ്സ്. രഹാനെ 30 പന്തിൽ 35 റൺസ് എടുത്തും പുറത്തുപോയി. ഈ 2 വിക്കറ്റുകൾ പോയതോടെ ചെന്നൈ സമ്മർദ്ദത്തിലായി. ജഡേജയും മിച്ചലും ബൗണ്ടറി കണ്ടെത്താൻ പാടുപെട്ടപ്പോൾ ചെന്നൈയുടെ സ്കോർ 20 ഓവറിൽ 165-ൽ ഒതുങ്ങി. ജഡേജ 23 പന്തിൽ 31 റൺസും മിച്ചൽ 10 പന്തിൽ 13 റൺസും എടുത്തു. ധോണി അവസാന 3 പന്ത് ശേഷിക്കെ ഇറങ്ങിയെങ്കിലും 2 പന്തിൽ 1 റൺ മാത്രമേ എടുത്തുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദിനു വേണ്ടി അഭിഷേക് ശർമ്മ തുടക്കമാണ് നൽകിയത്. ആദ്യ ഓവറുകളിൽ തന്നെ താരം സിക്സറുകളും ഫോറുകളും കൊണ്ട് കളം നിറഞ്ഞു കളിച്ചു. ഇമ്പാക്ട് പ്ലെയർ ആയി ചെന്നൈ ടീമിലേക്ക് എത്തിയ മുകേഷ് ചൗധരി ആദ്യം ഓവറിൽ തന്നെ 27 റൺസ് വഴങ്ങി വൻ ഫ്ലോപ്പ് ആയി. ആദ്യ പവർ പ്ലേയിൽ തന്നെ 78 റൺസ് ആണ് ഹൈദരാബാദ് അടിച്ചുകൂട്ടിയത്. എന്നാൽ 3-ാം ഓവറിൽ ദീപക് ചാഹർ അഭിഷേകിനെ മടക്കി ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. 12 ബോളിൽ 37 റൺസ് നേടിയാണ് അഭിഷേക് പുറത്തായത്. പിന്നീട് വന്ന മർക്രം ഹെഡ് സഖ്യം മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്തിയതോടെ ഹൈദരാബാദിന് മുന്നിൽ ചെന്നൈ മുട്ടുകുത്തി. അങ്ങനെ ഹൈദരാബാദിനെതിരെയും തോറ്റതോടെ ചെന്നൈ തങ്ങളുടെ 2ാം തോൽവിയാണ് ഇന്ന് ഏറ്റുവാങ്ങിയത്. ചെന്നൈക്ക് പിഴച്ചത് ശരിക്കും ബാറ്റിംഗിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചെന്നൈയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.